നമ്മളെ ഫസ്റ്റ് ടോപ്പിക് സെപ്പറേഷൻ ഓഫ് റിയൽ ആൻഡ് ഇമാജിനറി ടേംസ്. നമുക്ക് നേരത്തെ അറിയാം ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ഇസഡ് ബാർ എന്ന് വെച്ചാൽ എക്സ് മൈനസ് ഐ വൈ. കോംപ്ലക്സ് നമ്പേഴ്സിലെ ഫങ്ഷൻസിനെ റിപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു വെച്ചായിരിക്കും നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഈ രണ്ട് ടേംസ് ആണ് അറിയാൻ. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ഇസഡ് ബാർ എന്ന് വെച്ചാൽ എക്സ് മൈനസ് ഐ വൈ, ഫങ്ഷൻ എഫ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് വെച്ചാൽ യു പ്ലസ് ഐ വി ആണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ചെക്ക് വെദർ W equal to Z square is analytic or not. ഇതാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പം അനലറ്റിക് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഇതെങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അതിനുശേഷം അനലറ്റിക് പ്രൂവ് ചെയ്യുന്നത് ചെയ്യാം. ഇപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ആണെന്ന് വയ്ക്കാം. ഫസ്റ്റ് വൺ, എഫ് ഓഫ് ഇസഡിനെ റീപ്ലേസ് ചെയ്യുന്ന യു പ്ലസ് ഐ വി ആൻഡ് ഇസഡിനെ റീപ്ലേസ് ചെയ്യുന്നത് എക്സ് പ്ലസ് ഐ വൈ. ഈ രണ്ട് കമ്പയർ ചെയ്താൽ യു എന്ന് വെച്ചാൽ ഇവിടത്തെ റിയൽ ടേം, ഇവിടുത്തെ റിയൽ ടേം യു, ഇപ്പുറത്തെ റിയൽ ടേം എക്സ്. സോ യു ഈക്വൽ ടു എന്താ എക്സ് ആൻഡ് വി ഈക്വൽ ടു എന്തായിരിക്കും വൈ. ഇവിടത്തെ ഇമാജിനറി ടേം വൈ ആൻഡ് ഇവിടത്തെ ഇമാജിനറി വി ആണ്. ഒരിക്കലും ഐ അതിൻ്റെ ഒപ്പം എഴുതരുത്, ജസ്റ്റ് ആ കോഎഫിഷ്യന്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. സോ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, വേർ യു ഈക്വൽ ടു എക്സും വി ഈക്വൽ ടു വൈ ആണ് വരുന്നത്. സെക്കൻഡ് വൺ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ. എഫ് ഓഫ് ഇസഡ് നമ്മൾ കൊടുക്കുന്നത് യു പ്ലസ് ഐ വി, ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ. So u plus iv equal to x plus iy the whole square. A plus b the whole square എന്ന് വെച്ചാൽ a square plus 2ab plus b square. അപ്പോൾ ഇതെങ്ങനെയാ വരിക? ഇത് a, ഇത് b. So x square plus 2xiy plus iy the whole square. That is x square plus 2ixy plus ഐൻ്റെ സ്ക്വയർ ഐ സ്ക്വയർ, വൈൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy, ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. അപ്പം നമുക്കിത് മൈനസ് വൈ സ്ക്വയർ എന്ന് മാറും. ഇവിടെ റിയൽ ടേം എന്ന് പറയുന്ന യു ആൻഡ് ഇമാജിനറി ടേം വി. ഇവിടത്തെ റിയൽ ടേം എന്ന് വെച്ചാൽ ഐ ഇല്ലാത്ത ടേം ആണ് റിയൽ ടേം. ഐ ഇല്ലാത്തതെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് റിയൽ ടേം. ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഇമാജിനറി. സോ വി ഈക്വൽ ടു എന്താ വരിക? 2xy. സോ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് ഇസഡിന് പകരം യു പ്ലസ് ഐ വി എടുക്കുക, ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന ഐ സ്ക്വയറിന് പകരം നമ്മൾ വാല്യൂ -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ നിന്ന് യുവും വിയും സ്പ്ലിറ്റ് ചെയ്യുന്ന. തേർഡ് വൺ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ എഗെയിൻ നമ്മൾ എഫ് ഓഫ് ഇസഡിന് പകരം യു പ്ലസ് ഐ വി ആയിരിക്കും കൊടുക്കുക. ഇ റൈസ് ടു ഇസഡിൽ ഇസഡിന് പകരം എന്താ എക്സ് പ്ലസ് ഐ വൈ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന. ഇതിൽ ബേസിക് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോർമുലാസ്. എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ രണ്ടും ഓർത്ത് വയ്ക്കുക ഇതിൻ്റെ. അപ്പൊ ഇവിടെ എ റൈസ് ടു എം പ്ലസ് എന്നിന് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. സോ ഇ റൈസ് ടു ഐ വൈ എന്ന് വെച്ചാൽ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ
ഇ റൈസ് ടു എക്സ് സൈൻ വൈ. എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യു എന്ന് വെച്ചാൽ റിയൽ ടേം ഇ റൈസ് ടു എക്സ് കോസ് വൈ, വി എന്ന് വെച്ചാൽ ഇമാജിനറി ടേം ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഇതാണ് നമുക്ക് ഫോം ചെയ്യാൻ. സോ ഞാനിവിടെ എഫ് ഓഫ് ഇസഡിന് യു പ്ലസ് ഐ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, ഇ റൈസ് ടു ഇസഡിൽ ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ, ഐഡന്റിറ്റി വെച്ച് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഫോർമാറ്റിൽ എഴുതുക. ഇ റൈസ് ടു ഐ തീറ്റയ്ക്ക് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, നമുക്ക് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ആണ് വരുന്നത്. അതിന് ബേസിക്കലി അറിയേണ്ട കുറച്ച് ഐഡന്റിറ്റി ഉണ്ട്. സൈൻ എ പ്ലസ് ബി എന്ന് വെച്ചാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതേപോലെ സൈൻ ഐ എക്സ് എന്ന് വെച്ചാൽ ഐ സൈൻ എച്ച് എക്സ് ആണ്. കോസ് ഐ എക്സ് എന്ന് വെച്ചാൽ കോസ് എച്ച് എക്സ് ആണ്. ഈ ബേസിക് ഐഡന്റിറ്റീസ് ഓർത്തു വയ്ക്കുക. സോ എഫ് ഓഫ് ഇസഡില് നമ്മൾ യു പ്ലസ് ഐ വി എന്ന് കൊടുക്കും. സൈൻ ഇസഡില് ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. സൈൻ എ പ്ലസ് ബി, ഇത് എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഇത് ബി. അപ്പൊ സൈൻ എ പ്ലസ് ബി എന്ന് വെച്ചാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ് വരുന്നത്. അപ്പോൾ സൈൻ എക്സ് കോസ് ഐ എക്സ് എന്ന് പറയുന്ന കോസ് എച്ച് എക്സ് ആണ്. അപ്പൊ കോസ് ഐ വൈക്ക് പകരം കോസ് എച്ച് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് കോസ് എക്സ് സൈൻ ഐ വൈക്ക് പകരം ഐ സൈൻ എച്ച് വൈ ആയിരിക്കും വരുന്നത്. സോ സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ ആണ് വരുന്നത്. ഹിയർ ഇതായിരിക്കും യു, ഇതെന്തായിരിക്കും വി ആയിരിക്കും വരുന്നത്. സിമിലർലി നമുക്ക് കോസ് ഇസഡും ചെയ്യാനുണ്ട്. ഫിഫ്ത്ത് വൺ, ഡബ്ല്യു ഈക്വൽ ടു കോസ് ഇസഡ്. ഡബ്ല്യു എന്ന് വെച്ചാലും എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാലും നമ്മൾ യു പ്ലസ് ഐ വി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ യു പ്ലസ് ഐ വി ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. ഇവിടെ ഒരു പുതിയ ഐഡന്റിറ്റി ഓർക്കുക. കോസ് എ പ്ലസ് ബി എന്ന് വെച്ചാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഈ ഒരു ഐഡന്റിറ്റിയും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഇത് എ ഇത് ബി ആണെങ്കിൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സോ കോസ് എക്സ് അതേപോലെ വരും. കോസ് ഐ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കോസ് എച്ച് വൈ. സൈൻ ഐ വൈക്ക് പകരം ഐ സൈൻ എച്ച് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വിച്ച് ഈസ് കോസ് എക്സ് കോസ് എച്ച് വൈ മൈനസ് ഐ സൈൻ എക്സ് സൈൻ എച്ച് വൈ. ഇത് യു ആയിട്ട് എടുക്കുക, വി ആയിട്ട് നമ്മൾ ഈ ടേം എടുക്കും. ദാറ്റ് ഈസ് യു എന്ന് വെച്ചാൽ കോസ് എക്സ് കോസ് എച്ച് വൈ, വി എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് നെഗറ്റീവ് സൈൻ എടുക്കുക, മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ. സിക്സ്ത് വൺ, ഡബ്ല്യു ഈക്വൽ ടു ലോഗ് ഇസഡ്. എഗെയിൻ നമ്മൾ യു പ്ലസ് ഐ വി ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ഐ വൈ. ഇവിടെ ഇതൊരു സ്പെഷ്യൽ കേസാണ്. ലോഗറിതമിക് മാറ്റാൻ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ ആയിരിക്കും നമ്മൾ എടുക്കുക. ലോഗിന്റെ ടേം ചേഞ്ച് ചെയ്യാൻ ഞാൻ അവിടെ എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ ഇ റൈസ് ടു യു പ്ലസ് ഐ വി ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് പ്ലസ് ഐ വൈ എന്ന് മാറും. ഇ റൈസ് ടു യു പ്ലസ് ഐ വി ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണ്. അപ്പൊ ഇ റൈസ് ടു ലോഗ് എക്സ് പ്ലസ് ഐ വൈന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു യു ഇൻറ്റു ഇ റൈസ് ടു ഐ വി എന്ന് നമുക്ക് എഴുതാം. എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. സോ ഇ റൈസ് ടു യു പ്ലസ് ഐ വിനെ ഇ റൈസ് ടു യു ഇൻറ്റു ഇ റൈസ് ടു ഐ വി എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. നമുക്കറിയാം ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ പ്ലസ്
ഐ സൈൻ തീറ്റ. സോ ഇ റൈസ് ടു ഐ വിക്ക് പകരം കോസ് വി പ്ലസ് ഐ സൈൻ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഇ റൈസ് ടു യു കോസ് വി പ്ലസ് ഐ ഇ റൈസ് ടു യു സൈൻ വി എന്ന് വരും. കമ്പയറിംഗ് ടേംസ്, എക്സ് എന്ന് പറയുമ്പോൾ റിയൽ ടേം ഇ റൈസ് ടു യു കോസ് വിയും വൈ എന്ന് വെച്ചാൽ ഇ റൈസ് ടു യു സൈൻ വിയും വരും. നമുക്കിവിടെ കിട്ടിയത് എക്സും വൈ ആണ്, പക്ഷെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ആരാ യു ആൻഡ് വി ആണ് എന്താന്ന് കണ്ടുപിടിക്കാൻ. സോ എക്സും വൈയും നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് നമുക്കറിയാം ഇ റൈസ് ടു യു കോസ് വി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു യു സൈൻ വി ദ ഹോൾ സ്ക്വയർ വരുന്ന. ഇ റൈസ് ടു യുവിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇ റൈസ് ടു 2u, കോസിൻ്റെ കോസ് സ്ക്വയർ വി. സിമിലർലി ഇവിടെ ഇ റൈസ് ടു 2u സൈൻ സ്ക്വയർ വി. ഇ റൈസ് ടു 2u കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് സ്ക്വയർ വി പ്ലസ് സൈൻ സ്ക്വയർ വി എന്ന് വരും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. സോ ഇത് 1 ആയിട്ട് ചേഞ്ച് ആവുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇ റൈസ് ടു 2u എന്ന് ചേഞ്ച് ആവും. നമുക്ക് യു ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഈ എക്സ്പോണൻഷ്യൽ മാറ്റാൻ ഞാൻ ലോഗ് എടുക്കുന്നു, ടേക്കിംഗ് ലോഗ്. അപ്പം എന്ത് വരും? ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ലോഗ് ഇ റൈസ് ടു 2u. ലോഗ് ഇ റൈസ് ടു 2u എന്ന് വെച്ചാൽ എന്താണ്? 2u ആണ്. അപ്പം 2u ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, യു ഈക്വൽ ടു 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പം നമുക്കിപ്പോൾ യു എന്താണെന്ന് കിട്ടി. ഇനി വി കണ്ടുപിടിക്കാൻ, ടു ഫൈൻഡ് വി നമ്മൾ y/x എടുക്കുന്ന, അതായത് ഇ റൈസ് ടു യു സൈൻ വി ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു യു കോസ് വി. ക്യാൻസൽ ആയാൽ ടാൻ വി എന്ന് വരും. y/x ഈക്വൽ ടു ടാൻ വി. അപ്പോൾ വി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y/x. ഇതാണ് വി, ഇതാണ് യു. നമുക്ക് ലോഗിൻ്റെ മാത്രം സ്പെഷ്യൽ കേസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ലോഗ് വരുമ്പോൾ നമ്മൾ ആദ്യം എക്സ്പോണൻഷ്യൽ എടുക്കുക. എക്സ്പോണൻഷ്യൽ എടുത്ത ശേഷം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? എക്സും വൈ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിച്ച് യു കാൽക്കുലേറ്റ് ചെയ്യുക. y/x കണ്ടുപിടിച്ച് വി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് വരുന്നത്. നമ്മളെ സിലബസിലെ മെയിൻ ടോപ്പിക്കാണ് അനലറ്റിക് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ അനലറ്റിക് എന്ന് പറയണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷനാണ് CR ഇക്വേഷൻ എന്ന് പറയുന്ന കോഷി-റീമാൻ ഇക്വേഷൻ. നമുക്ക് യുവും വിയും കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ആ യുവും വി എന്നായിരിക്കും CR ഇക്വേഷനിലോട്ട് നമ്മൾ പോകുന്നത്. UX എന്ന് വെച്ചാൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. UY എന്ന് വെച്ചാൽ യു വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുക. സിമിലർലി VX എന്ന് വെച്ചാൽ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും VYയും കാൽക്കുലേറ്റ് ചെയ്യുക. CR ഇക്വേഷൻ പറയുന്നതെന്ന് വെച്ചാൽ UX ഈക്വൽ ടു VY ആൻഡ് UY ഈക്വൽ ടു -VX. ഇതാണ് നമ്മൾ CR ഇക്വേഷൻ്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനെയും നമുക്ക് അനലറ്റിക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, W ഈക്വൽ ടു Z² ആണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വയ്ക്കുക. അതായത് ചെക്ക് വെദർ ദ ഫംഗ്ഷൻ W ഈക്വൽ ടു Z² ഈസ് അനലറ്റിക് ഓർ നോട്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്ന സെപ്പറേഷൻ ആണ്. ഡബ്ല്യുവിന് പകരം യു പ്ലസ് ഐ വി എന്ന് കൊടുക്കുക, ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് അവിടെ നിന്ന് യുവും വിയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ്, അത് റെഫർ ചെയ്ത് നോക്കുക. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും വി ഈക്വൽ ടു നമുക്ക് 2xy എന്ന് അറിയാം. ഇനിയും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട UX UY. UX എന്ന് വെച്ചാൽ എക്സിന് ഡെറിവേറ്റീവ് എടുക്കുക. ഡിഫറൻസിയേഷൻ്റെ ഒരു റീക്യാപ്പിലോട്ട് നമുക്ക് പോവാം. ഡിഫറൻസിയേഷൻ്റെ ബേസിക് ഫോർമുല എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n(x)(n-1) ആണ്. സോ ഇവനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2 ആണ് n എന്ന് വരുന്നത്. അപ്പോൾ 2 × x⁻²(2 - 1).
അതായത് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ മൈനസ് ഇവിടെ എക്സിന്റെ ടേം ഇല്ല, എക്സിന്റെ ടേം ഇല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ യു എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും? 2x എന്ന് വരും. ഇനി യു വൈ എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു വൈക്കാണ് ഡെറിവേറ്റീവ് എടുക്കുന്ന, ഇവിടെ വൈൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് 0 ആൻഡ് അഗെയിൻ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ആണ്. 0 മൈനസ് 2y എന്തെന്ന് വരും? മൈനസ് 2y. ഇനി വി എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്, വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, സോ 2y എന്ന് വരും. വി വൈ എന്ന് വെച്ചാൽ വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് 1, സോ 2x എന്ന് വരും. ഇവിടെ നോക്കിക്കേ, യു എക്സും വി വൈയും സെയിം ആണ്, യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. യു വൈയും വി എക്സും തമ്മിൽ ഒരു നെഗറ്റീവിന്റെ ചേഞ്ച് ആണ് ഉള്ളത്, ഇവിടെ -2y, ഇവിടെ 2y. അപ്പൊ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ദെയർഫോർ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. നമുക്കിവിടെ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി, ഹെൻസ് ഇറ്റ് ഈസ് അനലറ്റിക്. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്തെന്ന് പറയാം? അനലറ്റിക് എന്ന് പറയാം. അപ്പൊ W ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഈസ് ആൻ അനലറ്റിക് ഫംഗ്ഷൻ. ഈ നെക്സ്റ്റ് വൺ W ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡബ്ല്യുവിന് യു പ്ലസ് ഐ വി എന്ന് കൊടുക്കുന്ന, ഇ റൈസ് ടു ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ. സോ യു പ്ലസ് ഐ വി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ. ഇ റൈസ് ടു ഐ തീറ്റയ്ക്ക് പകരം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് വരും. ഫ്രം ദാറ്റ് യു ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ, വി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഇതെല്ലാം നമ്മൾ ആദ്യമേ നോക്കിയ കോൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ആദ്യമേ സെപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് യു എക്സ് കണ്ടുപിടിക്കുക. യു എക്സ് എന്ന് വെച്ചാൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഇറ്റ് സെൽഫ്, കോസ് വൈ അവിടെ വരും. യു വൈ എന്ന് വെച്ചാലോ ഇവനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുന്ന, ഇ റൈസ് ടു എക്സ് അതേപോലെ വരും. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ആണ് വരുന്നത്, സോ ഇറ്റ് ഈസ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. സിമിലർലി വി എക്സ് എന്ന് വെച്ചാലോ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്, സൈൻ വൈ അതേപോലെ വരും. വി വൈ എന്ന് വെച്ചാൽ വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുന്ന ഇ റൈസ് ടു എക്സ് അതേപോലെ ഇരിക്കും, സൈൻ വൈന്റെ ഡെറിവേറ്റീവ് കോസ് വൈ. അഗെയിൻ ചെക്ക് ചെയ്യുമ്പോൾ യു എക്സ് ഈക്വൽ ടു എന്താണ്? വി വൈ ആണ്. യു വൈ ഈക്വൽ ടു എന്താണ്? മൈനസ് വി എക്സ് ആണ്. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. Therefore it is analytic എന്ന് നമുക്ക് പറയാം. അപ്പൊ അനലറ്റിക് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം യു കാൽക്കുലേറ്റ് ചെയ്യുന്നു, വി കണ്ടുപിടിക്കുന്നു, യു എക്സ് യു വൈ വി എക്സ് വി വൈ കണ്ടുപിടിച്ച് അനലറ്റിക് എന്ന് പ്രൂവ് ചെയ്യുന്ന. അതിൻ്റെ ഒപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് ചോദിക്കും. നമ്മൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ് വരുന്നത്. യു എക്സ് എന്താണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു, ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ. വി എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഈ രണ്ടെന്ന് ഞാൻ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഇ റൈസ് ടു ഐ തീറ്റ, സോ ഇത് ഇ റൈസ് ടു ഐ വൈ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എ റൈസ് ടു എം പ്ലസ് എൻ. എക്സ് പ്ലസ് ഐ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇസഡ് എന്ന് കൊടുക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്തുവാ? ഇ റൈസ് ടു ഇസഡ്. ഇ റൈസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു ഇസഡ്. അപ്പോൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം എഫ് ഡാഷ് ഓഫ് ഇസഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി തേർഡ് വൺ സൈൻ ഇസഡ്. സോ എഗെയിൻ ഇവിടെ ഞാൻ എന്തുവാ ഡബ്ല്യുവിന് പകരം യു പ്ലസ് ഐ വി എന്ന് കൊടുക്കുന്ന, ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുന്ന. സൈൻ എ പ്ലസ് ബി എന്ന് വെച്ചാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി
സൈൻ കോസ് ഐ വൈക്ക് പകരം നമ്മൾ കോസ് എച്ച് വൈ എന്ന് കൊടുക്കുന്നു, സൈൻ ഐ വൈക്ക് പകരം ഐ സൈൻ എച്ച് വൈ എന്ന് കൊടുക്കുന്നു. സോ യു ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ ആൻഡ് വി ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത്. എഗെയിൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സി ആർ ഇക്വേഷന് വേണ്ടി യു എക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എച്ച് വൈ വൈൻ്റെ ടേം ആയതുകൊണ്ട് അതേപോലെ വെച്ചേക്കുക. യു വൈ എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ എക്സ് അതേപോലെ ഇരിക്കും. കോസ് എച്ച് വൈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് നെഗറ്റീവോ പോസിറ്റീവോ അല്ല, ഓൾവേസ് അത് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും നോക്കുന്നത്. കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ ആയിരിക്കും. സോ കോസ് എച്ച് വൈൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ ആണ് വരുന്നത്. വി എക്സ് എന്ന് വെച്ചാൽ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്ന കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് വരുന്നത്. വി വൈ എന്ന് വെച്ചാൽ വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുന്ന കോസ് എക്സ് അതേപോലെ ഇരിക്കും സൈൻ എച്ച് വൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ. ഹിയർ യു എക്സ് ഈക്വൽ ടു എന്താണ്, വി വൈയും യു വൈ ഈക്വൽ ടു എന്ത് വരുന്നുണ്ട്, മൈനസ് വി എക്സ്. എഗെയിൻ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. Therefore W equal to sin Z എന്ന് പറയുന്നത് അനലറ്റിക് എന്ന് പറയാം. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് എഴുതുന്നത്.